ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശൻ രാധേശ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ടല്ലേ. എങ്ങനെയാണെന്ന് പൊന്നുണ്ണി കണ്ണ എന്ന ശ്രീലകത്ത് എങ്ങനെയാ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പൊന്നുണ്ണിയുടെ ദാമോദര ലീലകളാണ്, ദാമോദര മാസമാണ്. ലീലകൾ ഇങ്ങനെ ആടുകയാണ് അല്ലേ. കുറുമ്പനായിട്ടുള്ള പൊന്നുണ്ണി ഇങ്ങനെ അതിമനോഹരമായ സന്തോഷത്തിലിങ്ങനെ ഓരോ ഭാവത്തിലിങ്ങനെ ഭഗവാന്റെ ഓരോ ലീലകളാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മൾ ശ്രീലകത്ത് കാണുന്നല്ലേ. ആ കണ്ണൻ, ആ പൊന്നുണ്ണി കണ്ണൻ എങ്ങനെയാണ് ഇന്ന് എങ്ങനെയാണ് ഉച്ചപൂജ നട അടച്ച് നട തുറക്കുമ്പോൾ പൊന്നുണ്ണി എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പൊന്നുണ്ണിയെ കാണാം നമുക്ക്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പൊന്നുണ്ണിയെ കാണാനായിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് എന്നോടൊപ്പം എവിടെ ഇരുന്നായാലും എവിടെ ആയാലും എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ എല്ലാവരും വരും കേട്ടോ പൊന്നുണ്ണിയെ കാണാനായിട്ട്. നമുക്ക് അങ്ങനെ ഒന്ന് ശ്രീലകത്തേക്ക് പോവാം, പൊന്നുണ്ണിയെ കാണാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമ്മളങ്ങനെ പോവാണ്, ഭഗവാനെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ കൊടിമരത്തിൻ്റെ കീഴിൽ കൂടെയാണ് നമ്മുടെ യാത്ര. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് നമ്മൾ എത്തുവാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളത് ആ ശ്രീലകത്ത് പൊന്നുണ്ണിയെ ഇങ്ങനെ കാണുന്നുണ്ട്. ആ നെയ്ത്തിരിവട്ടം ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ. ശ്രീലകത്തുള്ള ആ നെയ്വിളക്കിൻ്റെ ശോഭ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ പൊന്നുണ്ണിയെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അല്ലേ. എങ്ങനെയാ ഇന്ന് പൊന്നുണ്ണി എങ്ങനെയാ? കുറുമ്പൻ തന്നെയാണ് കേട്ടോ. കുറേ ആയി കാളിയൻ്റെ ഒരു അതിഭയങ്കരമായ ശല്യമാണ് കാളിയനെ കൊണ്ട്. അങ്ങനെ കുറേ തലകളൊക്കെ ഉള്ള കാളിയൻ എന്ന പാമ്പ് വിഷം തുപ്പിക്കൊണ്ട് ആ കാളിന്തി നദിയിൽ ഇങ്ങനെ ഞാനാണ് കേമൻ, ഞാനാണ് വലിയവൻ എന്നൊക്കെയുള്ള ഭാവത്തിൽ എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ട് അങ്ങനെ വലിയ ആളായിട്ട് അങ്ങനെ വിലസി നടക്കുന്ന ഒരു ഭാവമാണ്. അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്ക് ഇങ്ങനെ ഒരു അറിവൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. കാളിയൻ്റെ ശല്യം കൂടുതലാണ് അവിടെ ആ നദിയിൽ, അങ്ങനെ കൂടുതലാണെന്നൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഉണ്ണി എന്താ ചെയ്യാൻ വിചാരിക്കുന്നത്, അങ്ങനെ നേരെ കളിക്കാൻ പോയ കൂട്ടത്തിൽ അതാ ഉണ്ണി അങ്ങ് ആ നദിയിലേക്ക് എടുത്ത് ചാടാണ്. അങ്ങനെ കാളിയനെ തേടി പോവാണ് കേട്ടോ. അങ്ങനെ കാളിയനെ കണ്ടെത്തിയിട്ട് കാളിയൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ആ വലത്ത് കയ്യിൽ പൊന്നോടക്കുഴലുമുണ്ട്, ഇടത്ത് കയ്യിൽ കാളിയൻ്റെ വാല് ചുഴറ്റി പിടിച്ച ഭാവമാണ് കേട്ടോ. അങ്ങനെ കാളിയൻ്റെ വാലിങ്ങനെ ചുഴറ്റി പിടിച്ചിട്ട് അവിടെ നിന്ന് നൃത്തം ചെയ്യുക. കാളിയൻ എന്താ വിചാരിച്ചത്, ഇതിപ്പോൾ വളരെ കൊച്ചു കുഞ്ഞല്ലേ, ഒരു 2.5-3 വയസ്സുള്ള കുഞ്ഞല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, എന്നോടൊക്കെ ഒന്ന് അടുക്കാനുള്ള ഇതുണ്ടോ എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ ആ കാളിയൻ്റെ മേളിൽ നൃത്തം ചവിട്ടാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ. അതാ ആ വാലിങ്ങനെ ചുഴറ്റി പിടിച്ച് കാളിയൻ്റെ എല്ലാ ശക്തിയും തന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഭഗവാൻ അതാ സാക്ഷാൽ നാരായണനായിട്ടുള്ള സാക്ഷാൽ പരബ്രഹ്മമായിട്ടുള്ള ആ ഭഗവാൻ അതാ നൃത്തം ചെയ്യുന്നു. ഓരോ കാലുകൾ ഇങ്ങനെ വെക്കുന്നുണ്ട്, ഓരോ കാൽപാദങ്ങളും കാളിയൻ്റെ ശിരസിൽ വന്ന് പതിക്കുന്നത് കിണ്ടില് പോലെയാണ് പതിക്കുന്നത്. ഇത്രയും ശക്തി. തല കുനിച്ചു പോകുന്നു കാളിയനപ്പോൾ, തല കുനിഞ്ഞു പോകുന്നു കാളിയനപ്പോൾ. കാളിയൻ്റെ തല അത്രയും ഗർവും വീര്യവും കാണിച്ചിരുന്ന കാളിയൻ്റെ തല ഓരോ കാൽവെപ്പിലും തല കുനിച്ചു പോകുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നൃത്തമാടുന്ന ആ അതിമനോഹരമായ നൃത്തമാടുന്ന പൊന്നു കണ്ണനുണ്ണിയെയാണ് ഇന്ന് നമ്മൾ ശ്രീലകത്ത് കാണുന്നത്. യശോദാമ്മയൊക്കെ ഓടി വരുന്നുണ്ട് അല്ലേ. കുട്ടികളൊക്കെ കൂടി ചെന്ന് പറയേണ്ടതാ, അമ്മേ യശോദാമ്മേ കണ്ണൻ അതാ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് യശോദാമ്മയൊക്കെ ഓടി വന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. തൻ്റെ ഉണ്ണിയതാ എന്താ ചെയ്യുന്നത്, ഒരു പാമ്പുമായിട്ട് യുദ്ധം ചെയ്യുന്നു. പാമ്പിൻ്റെ മേലെ കയറി നിന്നിട്ട് നല്ല പുഞ്ചിരിച്ചുകൊണ്ട് അതിമനോഹരമായ പുഞ്ചിരിയോട് കൂടി കണ്ണൻ അതാ ഇന്ന് ശ്രീലകത്ത് ഇങ്ങനെ ആ നെയ്വിളക്കിൻ്റെയൊക്കെ ശോഭയിൽ ഇങ്ങനെ വിളങ്ങി നിൽക്കുന്ന ഭാവമാണ് എന്ന് നമ്മൾ ശ്രീലകത്ത് ഉച്ചപൂജ അലങ്കാരത്തിൽ കാണുന്നത്. അങ്ങനെ വലത്ത് കയ്യിൽ പൊന്നോടക്കുഴൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഇടത്ത് കയ്യിൽ കാളിയൻ്റെ വാല് ചുഴറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ അരമണിക്ക് ഇങ്ങനെ കാൽത്തളകൾ, കൈവളകൾ, തോൾവളകൾ ഒക്കെ ആയിട്ട് നെറ്റിയിലെ ഗോപീചന്ദന കുറിയൊക്കെ ആയിട്ട് അതിമനോഹരമായ പീലി തിരുമുടിയോട് കൂടിയിട്ട് ആ സ്വർണ്ണ കിരീടമൊക്കെ വെച്ചുകൊണ്ട്
ആ പുഞ്ചിരിയോടുകൂടി കണ്ണൻ അതാ അങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഭാവമാണ് നമ്മളിന്ന് യശോദാമ്മ എങ്ങനെയാണോ കണ്ടത് അതേപോലെ നമ്മളും അന്തിച്ചു നിൽക്കുകയാണ് അല്ലേ. കണ്ണന് മുന്നിൽ എങ്ങനെ നമ്മളും ആ ഒരു ഭാവത്തെ കണ്ട് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അതാ കാളിയൻ്റെ പുറത്താണല്ലോ കയറി നിൽക്കുന്നത് ആ പൊന്നുണ്ണി. അതാ കാളിയൻ്റെ ഉഗ്രം വിഷം തുപ്പുന്ന കാളിയൻ്റെ ആ ഒരു അഹങ്കാരത്തെയൊക്കെ ശമിപ്പിച്ചുകൊണ്ട് ഇല്ലാതെയാക്കുന്ന ആ ഭാവമാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിയെ ഈ ഭാവത്തിൽ നമ്മളെപ്പോഴും അലങ്കാര വർണ്ണനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. കാരണം കാളിയനാകുന്ന ആ പാമ്പിനെ, അതായത് കാളിയൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ കാളിയനാവുന്ന ആ സർപ്പത്തിനെ, ആ പാമ്പിനെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ പലപ്പോഴും നമ്മളെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇറുകി നമ്മളിങ്ങനെ കൊല്ലാൻ പാകത്തിന് ജീവിതത്തിൻ്റെ നമ്മുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഃഖങ്ങളും പരാധീനതകളും ബുദ്ധിമുട്ടുകളും എല്ലാ തരത്തിലുള്ള വേദനകളും ഒക്കെ നമ്മളിങ്ങനെ സഹിച്ച് നമ്മളിങ്ങനെ ജീവിതത്തിലൂടെ ഇങ്ങനെ മുറുകി ഇങ്ങനെ നമ്മളെ ചുറ്റി പിണഞ്ഞു കിടക്കുന്ന ഒരു നഖമാണ് കാളിയൻ. അങ്ങനെയുള്ള ആ പാമ്പിനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ ഇഴകളായിട്ട് ഇങ്ങനെ പാമ്പിനെ ഇങ്ങനെ അടർത്തി മാറ്റിക്കൊണ്ട് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ഭഗവാൻ രക്ഷിക്കുകയാണ്. ആ കാളിയനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക്, നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് അങ്ങനെയുള്ള ആ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും വേദനകളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി തന്നുകൊണ്ട് ഭഗവാൻ അതാ നമ്മളെ ഇങ്ങനെ ഓരോരുത്തരെയും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നയിക്കുകയാണ്. അങ്ങനെ ആ കാളിയനോടുള്ള യുദ്ധമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് ഞാൻ പറയും. ആ കാളിയൻ എന്ന ആ പാമ്പ് നമ്മുടെ ജീവിതത്തിലും നമ്മളെയും ഇതേപോലെ വട്ടം ചുഴറ്റുന്നുണ്ട് അല്ലേ. പലരുടെയും ജീവിതത്തിലെ പല അനുഭവങ്ങളും പറയുമ്പോഴൊക്കെ നമുക്കിങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒരു ദുരിതം അല്ലെങ്കിൽ മറ്റൊരു ദുരിതം എന്നൊക്കെ ആയിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്നത്. സത്യത്തിൽ ഭഗവാനിൽ അർപ്പിക്കുക. സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പല്ലി കളിക്കുന്ന ശബ്ദം കേൾക്കാട്ടോ. ഞാൻ മിക്കവാറും ഉച്ചപൂജ അലങ്കാരം ഇങ്ങനെ പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ കേൾക്കാം. കണ്ണൻ്റെ ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തിരിഞ്ഞോടാനോ ഒന്നും പാടില്ല. ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മളെ കാത്തുരക്ഷിക്കുന്നത് പൊന്നു ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ദുരിതങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും ഞങ്ങൾ ഒരിക്കലും ഭഗവാനെ വിട്ടു പോവില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ആ കാളിയനെ എങ്ങനെയാണോ ഭഗവാൻ ആ ഒരു അഹങ്കാരത്തെ ഇല്ലാതാക്കിയത്, സാധാരണ പോലെ കാളിയനപ്പോൾ വിഷം തുപ്പുന്ന കാളിയനാണല്ലേ, അങ്ങനെ നമിച്ചു പോകുന്നു. ഇത് സാധാരണയുള്ള ഒരു കുട്ടിയല്ല. സാധാരണ ഒരു കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ കാളിയൻ്റെ തലയിൽ നിന്ന് നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ കാളിയന് തോന്നാണ്, തലകുനിച്ചു പോവുകയാണ്. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ വെറുതെ വിടുകയാണ് അല്ലേ. ക്ഷമിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ വെറുതെ കൊല്ലുന്നില്ല, ക്ഷമിച്ചുകൊണ്ട് വെറുതെ വിടുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിത വിജയത്തിലേക്കായിട്ട് നമ്മളിങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് ദുരന്തങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു കാളിയമർദ്ദനത്തിൻ്റെ ഭാവം, കാരണം ഈ ഒരു കാളിയമർദ്ദനം നമ്മുടെ ജീവിതത്തിലും നടക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിലും വന്നു ചേരുന്നതാണ്. അപ്പോൾ ആ ഒരു കാളിയമർദ്ദന ഭാവത്തെ എല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് ഭഗവാനിൽ നമ്മുടെ എല്ലാ ഭക്തിയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ആ പൊന്നു ഗുരുവായൂരപ്പനിൽ നമുക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കാളിയമർദ്ദന ഭാവത്തിൽ നിൽക്കുന്ന വിജയത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ. ആ പൊന്നു കണ്ണൻ്റെ പുഞ്ചിരിയിൽ നമുക്ക് ലയിച്ചു ചേരാം. ആ കണ്ണിലേക്കും നമുക്ക് നോക്കാം.
ആ വജ്രനീലക്കട്ട, ആ സ്വർണ്ണമയം ആയിട്ടുള്ള ആ കണ്ണൻ, ആ ആകാശമേഘം പോലെ ഉള്ള പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിലിങ്ങനെ എല്ലാ ദുരിതങ്ങളും മനസ്സിൽ നിന്ന് കളഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ പരമ പവിത്രമാക്കിക്കൊണ്ട് നമ്മളെ ഭഗവാൻ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ, ഉള്ളിലെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും ഒക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ നയിച്ച് മുന്നോട്ട് പോകുന്ന കണ്ണനല്ലേ. അപ്പോൾ ജീവിതത്തിലെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ണനിരിക്കുന്ന ഇടമാണ് ആ താമരപ്പൂവാവുന്ന ഹൃദയപത്മത്തിൽ എന്ന് പറയില്ലേ, അങ്ങനെ ഇരിക്കുന്ന അവിടെയുള്ളത് സശാൽ പരബ്രഹ്മമായിട്ടുള്ള സശാൽ ഭഗവാനാണ്. ഭഗവാൻ ഇരിക്കുന്ന ഇടമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. അപ്പോൾ മനസ്സെല്ലാം ശാന്തമാക്കിക്കൊണ്ട് ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട്, ആ പൊന്നു ഗുരുവായൂരപ്പനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ജീവിക്കാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എല്ലാ സങ്കടങ്ങൾക്കും കണ്ണനൊരു വഴി കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകളും ഞാൻ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്നോടൊപ്പം ഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്ന എല്ലാവർക്കും, എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ ഭഗവാനെ കാണാൻ ശ്രീലകത്തേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം എപ്പോഴും സദാസമയം ഉണ്ടാവട്ടെ എന്ന് എപ്പോഴും ഞാനും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഗുരുഭവനപുരിയിൽ ആ വൈകുണ്ഠമായിട്ടുള്ള ആ ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന ഇന്ന് കണ്ണനെ കാണാൻ, ഇങ്ങനെ കാണാൻ സാധിച്ച എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ വീടുകളിൽ ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട് മനസ്സ് കൊതിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. രോഗവും ദുരിതവും ഒക്കെ ആയിട്ട് കിടപ്പിലായിട്ടുള്ള ആളുകളും ഉണ്ടാവും. പലതരത്തിലും ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അങ്ങനെയുള്ള എല്ലാവർക്കും ഭഗവാനെ കാണാനായിട്ട്, എൻ്റെ ശബ്ദത്തിലൂടെ ശ്രീലകത്തേക്ക് എത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ കേട്ടോ. ഓരോ പ്രാവശ്യത്തെ ഉച്ചപൂജ അലങ്കാരം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും ഏറ്റവും കൂടുതൽ മനസ്സിലെപ്പോഴും തോന്നുന്നത് അങ്ങോട്ട് എത്താനായിട്ട് പറ്റാതെ വയ്യാതെ കിടക്കുന്ന ആളുകളാണ് കേട്ടോ കൂടുതൽ മനസ്സിൽ. എന്നാലും എല്ലാവർക്കും ഭഗവാനെ കാണാനായിട്ട് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നിത്യമായ ശാന്തി ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശൻ രാധേശൻ, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം.